അപ്പം അധ്യാപകകൂട്ടം USS+ പരിശീലന പരിപാടിയിൽ അധ്യാപകകൂട്ടം അഡ്മിൻ രതീഷ് സാർ എന്നിൽ ഏൽപ്പിച്ച കർത്തവ്യം സ്വാഗതം ആശംസിക്കുക എന്നതാണ്. ആദ്യമായി ഇന്നത്തെ ഓൺലൈൻ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്ന ഫാക്ട് ഈസ്റ്റേൺ UPSലെ വിദ്യ ടീച്ചറിനെ ഹാർദവമായി ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഞങ്ങളുടെ കുഞ്ഞു കൂട്ടുകാരെയും ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഈ പരിപാടി നടത്തുന്നതിന് ഫുൾ സപ്പോർട്ടും തരുന്ന അധ്യാപക കൂട്ടത്തിന്റെ അഡ്മിൻ രതീഷ് സാറിനെ ഈ ക്ലാസ്സിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഈ ക്ലാസ്സിൽ നന്ദി രേഖപ്പെടുത്തുന്ന ക്രിസ്റ്റീന ടീച്ചറിനെയും ഈ ക്ലാസ്സിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. എന്റെ എല്ലാ കുഞ്ഞു കൂട്ടുകാർക്കും വിജയം കരസ്ഥമാക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമ്മുടെ പരീക്ഷയുടെ ശൈലി മാറിയിട്ടുണ്ട്. USS പരീക്ഷ കഴിഞ്ഞ വർഷം വരെ 2 നേരമായിട്ടാണ് നടത്തിക്കൊണ്ടിരുന്നത്. രാവിലെ കുറച്ച് പേപ്പറുകളും ഉച്ച കഴിഞ്ഞ് മറ്റു കുറച്ച് പേപ്പറുകളുമാണ്. ഇപ്പോഴത്തെ ഈ കോവിഡ് സാഹചര്യങ്ങളൊക്കെ കണക്കിലെടുത്ത് ഒരു സെക്ഷൻ മാത്രമേ പരീക്ഷയുള്ളൂ. അതായത് ഉച്ച വരെ മാത്രമാണ് പരീക്ഷ. അതിൽ തന്നെ ഇംഗ്ലീഷിന് നിങ്ങൾക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന മാർക്ക് 10 മാർക്കാണ് ഇംഗ്ലീഷിന് അലോട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇംഗ്ലീഷിന്റെ കുറച്ച് കാര്യങ്ങൾ ജനറലായിട്ട് പരീക്ഷയ്ക്ക് വരുന്നതെല്ലാം ഒന്ന് പറഞ്ഞ ശേഷം ഞാൻ ഒരു ചോദ്യ പേപ്പർ, ഞാൻ തന്നെ തയ്യാറാക്കിയ ഒരു ചോദ്യ പേപ്പർ ഞാൻ ഇവിടെ സ്ക്രീൻ ഷെയർ ചെയ്ത് ഡിസ്കസ് ചെയ്യും. അപ്പൊ നിങ്ങൾ അത് സശ്രദ്ധം വീക്ഷിക്കുക. പിന്നെ എന്റെ നമ്പർ നിങ്ങളുടെ ഗ്രൂപ്പ് അഡ്മിൻ രതീഷ് സാറിനോട് ചോദിച്ചാൽ എന്റെ വാട്സാപ്പ് നമ്പറോ എന്റെ കോൾ ചെയ്യുന്നതിനുള്ള നമ്പറോ കിട്ടും. അപ്പൊ ഫർദർ ആയിട്ടുള്ള സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് എന്നെ ഒരു വിളിച്ച് ചോദിക്കുകയോ വാട്സപ്പിൽ കൂടെ മെസ്സേജ് അയക്കുകയോ ചെയ്യാം. ഞാനിത് പറയാൻ കാരണം ഇപ്പൊ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ സാറ് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ടതുമായ നിർദ്ദേശമാണ് മൈക്രോഫോൺ ഓൺ ചെയ്ത് വെക്കരുത്, അത് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കും. ഇപ്പൊ ഈ ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ ഞാൻ എന്റെ വീഡിയോ അടക്കം ഞാൻ ഓഫ് ചെയ്ത് വെക്കുകയാണ്. പിന്നീട് എന്റെ ശബ്ദം മാത്രമാണ് നിങ്ങൾ കേൾക്കുന്നത്. അപ്പോ ഒരു തികച്ചും അപരിചിതയായ ഒരു അധ്യാപിക വന്ന് ക്ലാസ് എടുക്കുമ്പോൾ അവരാരാണെന്നൊന്നും അറിയണമല്ലോ എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ ഇപ്പോൾ വീഡിയോ ഓൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതേ ഞാൻ ക്ലാസ് എടുത്ത് തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ വീഡിയോ ഓഫ് ചെയ്യും. പരമാവധി ഞാൻ ഇംഗ്ലീഷിൽ തന്നെ ആയിരിക്കും പറയുന്നത്. വളരെ കട്ടിയുള്ള വാക്കുകളോ അല്ലെങ്കിൽ ചില കാര്യങ്ങളോ ഇടയ്ക്ക് ഞാൻ മലയാളം പറഞ്ഞു തരാം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇംഗ്ലീഷിൽ തന്നെ പഠിക്കാൻ ശ്രദ്ധിക്കുക. 10 മാർക്കായിരിക്കും നിങ്ങൾക്ക് ഈ പുതുക്കിയ രീതി അനുസരിച്ച് ഇംഗ്ലീഷിന് തരുന്നത്. പക്ഷെ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ മുൻപുള്ളതുപോലെ ആണ്. അതായത് ഒരു 2 ആഴ്ച മുമ്പ് ഞാൻ സെറ്റ് ചെയ്തതാണ്. ഈ ഒരു നിർദ്ദേശം വരുന്നതിന് തൊട്ട് മുൻപ് സെറ്റ് ചെയ്തത് കൊണ്ട് പഴയ രീതിക്ക് അനുസരിച്ചുള്ള മാർക്കാണ് ഞാൻ അതിനകത്ത് അലോട്ട് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഒരു കുഴപ്പവും ഇല്ല, നിങ്ങൾക്ക് അത്രയും കൂടെ പഠിക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഞാൻ പറയാം, ആരെങ്കിലും ഒരാള് ഒന്ന് മൈക്ക് ഓൺ ആക്കി അതിനൊരു മറുപടി പറയണം കേട്ടോ. ഡിയർ ചിൽഡ്രൻ, ഫോർ റൈറ്റിംഗ് ഇംഗ്ലീഷ് ഇൻ USS Upper Secondary Scholarship Examination, you will have two comprehensions. One is a comprehension passage and the other one is a comprehension poetry, a small poetry. Based on this comprehension, you will be asking some questions which you have to answer. Similarly, for the comprehension of poem also, some questions will be given, you will have to answer. Other than the comprehension passage and comprehension poem, you will have some 6 to 7 questions which is based on standard 5, 6, 7 English grammar usage. 2 കോംപ്രിഹെൻഷൻ കൂടാതെ 5, 6, 7 ക്ലാസ്സിലെ ഗ്രാമർ പോർഷനും നിങ്ങൾക്ക് ഉണ്ടാവും. First of all, you have to read the comprehension. If you get the comprehension, you have to read the comprehension 2 or 3 times. Only after reading the comprehension, you should try to answer the questions given at the end of the comprehension. Only after reading the comprehension passage, it will give you easiness to find
find the answers. Similarly, for poem comprehension also, you read the poem 2 or 3 times. Then you try to answer the questions. It will be easy for you to find the answers. Now, in between the two comprehensions, that is passage comprehension and poem comprehension, you will have some other questions based on English grammar usage from classes 5, 6 and 7. One such type is prepositions. I will give you an example. A sentence will not be complete without preposition. A sentence will not be complete or a sentence will not be meaningful without preposition. For example, I'm going school. I am going school. It's a wrong usage. Something is missing there. So, Hita, can you answer? I am going dash school. Hita. Make it fast. Hita, your microphone you can unmute. I am going to the school. I am going. Okay. I am going to school. This is not required there. I am going to school. Okay, teacher. Okay. I am writing with a pen. She is coming from Delhi. They are going for a cinema. I am coming by a train. So, now I said some of the words, particular words. To, from, for, with, by, by. All these words are collectively called prepositions. All these words are collectively called prepositions. I hope that part is clear. Now, another part which can be asked for examination. Find the describing word. The describing word is generally termed as adjective. A-D-J-E-C-T-I-V-E. The describing word. For example, the lady is young. The other lady is old. The park is lovely. The flower is beautiful. Young, old, lovely, beautiful, tall, short, all such words. They describe a noun. They describe something. So, such group of words are called adjectives. So, to find out, if I am asking you like this, the pond is very deep. The pond is very deep. Anybody unmute your mic and tell me which is the describing word there. The pond is very deep. Teacher, deep. Deep. Right. Enough. So I am giving you a big clap. You are all good children. You grasp me very well. Okay? Deep. So my claps for all of you. No need to unmute your microphone. Very big clap for all of you. So deep is a describing word. Similarly, next one. She walks very fast. But he walks very slow. Children, please sit quietly. Fast, slow, quietly. They also describe. But they describe our action. She walks slow.
He walks fast. So, this fast or slow describes our action. Such words are called adverbs. Such describing words are called adverbs. Very good. Adverbs. Now we come to a set of words. What I'm going to tell is usually I have seen in USS question paper. Antonyms and synonyms. Synonyms and antonyms. Synonyms spelling S-Y-N-O. Syno. N-Y-M-S. Synonyms. You should tell me. I will ask any one of you. Only that person should answer. The children are very happy. Happy is a describing word we learned. My question is, instead of happy, can you give another word which means the same? Another word with same meaning. Anybody from the group? Very good children. You are all very good children. Tell me. One of you unmute and tell me. The children are very happy. Instead of happy, you use a word which means the same. Okay, I will give the answer. The children are delightful. The children are joyful. The children are cheerful. All these words have the same meaning. So, such group of words with same meaning are called synonyms. Same. Synonyms. Then, another set of words. The giraffe is a very tall animal, but the rabbit is a short animal. So, this tall and short, they are describing words, but their meanings are opposite. Are they same? No. The giraffe is a tall animal, but the rabbit is a short animal. You can imagine in your mind the tall giraffe and the short rabbit. So they mean opposite to each other. Such pair of opposite words are called antonyms. A pair of words whose meaning are opposite to each other are called antonyms. So I discussed synonyms, antonyms. Now, another thing. Usually, such a question can appear in the question paper. She is too tired dash walk. She is too tired dash walk. അവൾക്ക് വളരെ ക്ഷീണമാണ് നടക്കുന്നതിലേക്ക്. അവിടെ എന്ത് യൂസേജ് ആണ്? You learned this in standard 5. She is too tired to walk. Too. Whenever you see too, T-O-O, whenever you see a phrase too starting, the other term will be to, T-O. He is too fat to jump. The wall is too high to climb. Too. Next, another set. So that. Let us listen. She is so beautiful that she got Miss India award. She is too. So that. We will discuss something while we are doing with the question paper. Another set is neither nor. Neither nor. N-E-I-T-H-E-R. Neither nor. Which means negative. Nothing. She is neither good in studies nor in music. Neither good in studies
nor in music. പഠിക്കാനും അത്ര നന്നല്ല, പാട്ട് പാടാനും നന്നല്ല. Neither good in studies nor in music. Okay. Then another set of questions which can be expected is phrase. Put on. What is the meaning of put on? It's a phrase. We say it's a phrase. I have seen in question papers. Put on means wear. W-E-A-R. Wear. Dharikkiga. Put on. She puts on a beautiful saree means she wears a beautiful saree. He puts on a new shirt means he wears a new shirt. Put off, that is another thing. Put on, put off. Then another, go through, it's a phrase. Go through. Go through means read. I asked the children to go through the lesson. To go through means there to read. I asked the children to go through the lesson. Go through means read. So all such questions can be expected. Then another one, we say they are the connecting words. Connecting words എന്താ അർത്ഥം? യോജിപ്പിക്കുന്ന പദങ്ങൾ. Connecting words. I am sick, but I attended the class. Kando? I am sick, but I attended the class. In such sentences, but is a connecting word. But. She is unhappy because she lost her umbrella. She is unhappy because she lost her umbrella. Because yes. എന്താണ്? Repeat it. Because connecting words ആയി വരിക. Yes, മോനാണോ മോനോ മോളോ ആരാ എനിക്ക് കിട്ടണില്ല. ആര് തന്നെ ആയാലും a big clap for you. Big clap. നല്ല കുട്ടികളാണ് നിങ്ങൾ കേട്ടോ. Very good children. Because is the connecting word. എനിക്ക് സന്തോഷമായത് നിങ്ങൾ അപ്പൊ ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ ക്യാച്ച് ചെയ്തു എന്നുള്ളതാണ്. Okay. Because is a connecting word. It is raining, so I advised him not to go out. It is raining, so I advised him not to go out. Which is the connecting word? So, very good, very good. Very good, very good, very good. Big claps. I am not seeing you, but I am giving big claps to all of you. All of you are very good children. So, I advise. So, but, because, so, all these are connecting words. So, this is the general thing I want to share with you. I hope now we can check the question paper. I will do it by what? ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ഞാനിപ്പോ സ്ക്രീൻ ഷെയർ ചെയ്യും. സ്ക്രീൻ ഷെയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വീഡിയോ ഓൺ ചെയ്യണം. എന്നാലാണ് നിങ്ങൾക്ക് ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുന്നത് കാണാൻ പറ്റുക. ഒരു ചെറിയ ഒരു ഗ്യാപ്പ് എനിക്ക് തരണം. എന്നാലാണ് ഞാനിപ്പോ സ്ക്രീൻ ഷെയർ ചെയ്യാനായിട്ട് ബാക്കിലേക്ക് പോയി സ്ക്രീൻ ഷെയർ ചെയ്യുന്നത്. I will switch on my video also. It is a question paper. We will check one by one. Okay, miss. I hope you can see the question. Can you? Yes, miss. Very good. All of you can see the question paper? Yes, teacher. Yes, okay. miss. Okay. Okay. Yes, teacher. Questions number, because this question paper I have made 2 weeks back
And at that time, not even 2 weeks, some 12 days back, because at that time, the new scheme was not given. So I set 15 questions. Check. Read the following passage. You can read along with me so that you can also find out the answers. Read the following passage and select the correct answer for the given questions. COVID-19, that is our present main problem. All of you know it. COVID-19 is a disease caused by a new strain of coronavirus. Earlier, this is referred to as the 2019 coronavirus or 2019 NCOV. This virus belongs to same family of viruses as severe acute respiratory syndrome or SARS and detected in Wuhan, China. Symptoms of COVID-19 include fever, cough, and shortness of breath. Can cause severe cases, pneumonia or breathing difficulties. This virus is transmitted through direct contact with respiratory droplets infected person generated by coughing and or sneezing. It can also spread through people by touching a surface contaminated with virus. The COVID-19 virus survives on surfaces for long hours, but simple disinfectant can kill it. Older people and those with chronic illness such as diabetes and heart disease appear to be more at risk. Preventive action include staying home when sick, covering mouth and nose with a proper mask, washing hands often with soap and water, cleaning surface of objects, keeping personal cleanliness and hygiene, use of sanitizers in the place, and keeping social distancing. I hope all of you have read with me. Did you read the passage? Yes, Miss. Very good. Yes, Very good, very good. Okay, now let us find out Yes, the teacher. answers. All of you should not answer at a time, only one at a time. Unmute Okay. your microphone and say. It will cause disturbance to all others. That is why I am telling only one should unmute the microphone. The microbe causing COVID is a four options are given. Virus. Virus. Correct, correct. Virus. Enough. The chronic illnesses mentioned here are Diabetes and heart disease. diabetes and heart disease. പറഞ്ഞ ആള് മോനെ ഇനി പ്രൊനൗൺസ് ചെയ്യുമ്പോ ഹേർട്ട് എന്ന് പറയരുത്. ഇറ്റ് ഷുഡ് ബി പ്രൊനൗൺസ്ഡ് ആസ് ഹാർട്ട്. HEART heart. ഹേർട്ട് അല്ല diabetes and heart disease, which is not a preventive measure against COVID. Not a preventive measure. Attending indoor. Correct. Attending indoor gatherings is not a preventive measure. All others are washing hands with soap, wearing mask, keeping social distancing. All these are preventive measures. But attending social indoor gatherings is not allowed. It is not a preventive measure. So what I am going to tell is, when you go for examination, you should read the question properly. It is not a preventive measure. So don't get confused. Okay. Now next one. Are you seeing? Are you seeing all of you? Yes. Yes. Okay. Yes. Wearing enough.
wearing mask will protect us from respiratory droplets of infected persons. Yes, correct. No other answers. It is correct. Respiratory droplets of infected persons. You check other options, you will feel laughing. Dirty surfaces, touching others, bad smells. Wearing mask is actually, it is used for preventing us or protecting us from respiratory droplets of infected persons. Next question. Dash the top of the hill, one can see the vistas, dash the Teacher, from the top of the hill can we see the vistas of the adano? no. From the top of the hill, one can see the vistas of. അങ്ങനെയാണോ പറഞ്ഞത്? Correct. From the top of the hill, one can see the vistas of. See, from and of, they are coming under which part? They are called prepositions. They are called prepositions. From the top of the hill, one can see the vistas of. So that from and of are preposition. Next. The singer has an enchanting voice. Enchanting. It is underlined. Attractive ano, teacher? Synonym for wait. Synonym for enchanting. Synonym. Word which has same meaning. First word, dark, delicious, attractive, bizarre. Which is the correct Teacher, word? delicious. Attractive. Delicious എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉള്ളതാണ്. അപ്പൊ enchanting voice, attractive voice. The singer has an attractive voice. Enchanting, synonym. I told you what is synonym? A word with the same meaning. That is called synonym. Next, the Taj Mahal attracts tourists dash of its beauty. Because Enough. Very good children. You are correct and you understood what I taught you. The Taj Mahal attracts tourists because of its beauty. Because. Question 8. Which word is correctly spelled? Means you find out the word with the correct spelling. Messenger. Messenger is written in 4 different ways. first Messenger. First one is the answer. 1 second. First one is the answer. MESSENGER. Messenger. Messenger is the one who sends messages. Next, question 9. Let us check the question number 9. The bed was dash comfortable, dash I slept immediately. The bed was dash comfortable, dash I slept immediately. not only but also അതാണോ ടീച്ചർ? അല്ലല്ലോ. ഞാൻ പറഞ്ഞു. ഇപ്പൊ ഒരു ഓപ്ഷൻ അല്ലേ ഉള്ളൂ. Okay. The bed was so comfortable that I slept immediately. I told you earlier. So that. To വരണമെങ്കിൽ ഇങ്ങനെ ആയാൽ ശരിയാവില്ല. The bed was too comfortable to sleep എന്നേ വരുള്ളൂ. അവിടെ ഐന്നൊന്നും ഇടയ്ക്ക് കയറി അങ്ങനെ വരാൻ സാധ്യതയില്ല. പിന്നെ നോട്ട് ഓൺലി ബട്ട് ഓൾസോ അത് ഞാൻ പഠിപ്പിച്ചു തരാം കേട്ടോ. അപ്പോ the bed was so comfortable
that I slept immediately. Empty vessels make sound. Empty vessels make sound. It is a proverb. What is a proverb? In Malayalam also you learn it. Paranjolle. Empty vessels make sound. Meaning of the proverb. You learn in Unit 2. So many proverbs you are learning. I think with the passage of Akbar and Tamsin, in that unit you learn too many proverbs. Can you tell any 2 other proverbs? Early bird catches the worm. One proverb is early bird catches the worm. എന്ന് വെച്ചാൽ എന്താ? അതിരാവിലെ എഴുന്നേക്കുന്ന പക്ഷിക്ക് ഇര കിട്ടും എന്നാണ് അതിന്റെ ഒരു മീനിങ്. പിന്നെ വേറൊരെണ്ണം പറഞ്ഞേ. ക്ലാസ് എത്ര മണി വരെയാ? എന്താണ് ഈ ക്ലാസ് എത്ര മണി വരെ? 8 മണി വരെയാ? 7:30 വരെയാണല്ലോ. ഇപ്പൊ അതല്ലല്ലോ ചിന്തിക്കേണ്ടത്, ഇതല്ലേ പഠിക്കേണ്ടത് മോനെ. പിന്നെ a stitch in time saves 9. That is another proverb. A stitch in time saves 9. എന്താ മലയാളത്തിൽ ഒരു അർത്ഥം മനസ്സിലാവുന്നത്? ഒരു ചെറിയ കീറൽ ഉള്ളപ്പോൾ നിങ്ങൾ അപ്പോൾ തന്നെ തയ്ച്ചില്ലെങ്കിൽ അത് പിന്നെ എന്താ സംഭവിക്കുക? പല സ്ഥലത്ത് കീറിയിട്ട് പിന്നെ ആ 9 പ്രാവശ്യം അത് തയ്ക്കേണ്ടി വരും. അതാണ് a stitch in time saves 9. അതുപോലെ നമ്മുടെ ക്വസ്റ്റ്യൻ, empty vessels make sound. സാധാരണ എം ടി ആയിട്ടിരിക്കുന്ന വെസൽ സംസാരിക്കൂ നിങ്ങളോട്. പിന്നെ എന്താണ് empty vessels make sound? ടീച്ചറെ, foolish people are always angry, അതാണോ? അല്ല കുട്ടാ, foolish people talk a lot. Talk a lot. Very good, very good. Claps go on. Enough. Foolish people talk a lot. അവരെന്താണ്? മണ്ടരായിട്ടുള്ള ആളുകള് ചുമ്മാ അവർക്കൊരു കാര്യങ്ങളൊന്നും അറിയില്ലെങ്കിൽ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും, പക്ഷെ അവരുടെ പ്രവൃത്തിയിൽ ഒന്നും ഉണ്ടാവില്ല. അതാണ് മലയാളത്തിൽ അതിന് സമാനമായുള്ള ഞാൻ പറഞ്ഞുതരാം. നിറകുടം തുളുമ്പുകയില്ല എന്ന് കേട്ടിട്ടില്ലേ? നിറകുടം, നല്ല അറിവുള്ള മനുഷ്യർ ഇങ്ങനെ ബഹളം വെച്ച് സ്വയം പുകഴ്ത്തി ഒന്നും നടക്കുകയില്ല. അതാണ് നിറകുടം തുളുമ്പുകയില്ല എന്ന് പറയുന്നത്. ഇത് empty vessel. പിന്നെ ഉണ്ട് മലയാളത്തിലൊരു പഴഞ്ചൊല്ല്, ഉരയ്ക്കും പട്ടി കടിക്കില്ല. ഉരയ്ക്കും പട്ടി കടിക്കില്ല, ഇതേ അർത്ഥമാണ്. അതിങ്ങനെ കുറച്ചുകൊണ്ടിരിക്കും. കടിക്കുമെന്ന് ചോദിച്ചാൽ കടിക്കുമില്ല. അതുപോലെയാണ് empty vessels make sound. Meaning of the proverb is the one given from here. Foolish people talk a lot. അവര് കൂടുതൽ സംസാരിച്ചുകൊണ്ടിരിക്കും. Meaning of അതേ വരുന്നല്ലോ. Meaning of put off. Put off. To wear clothes. Postpone things. That is correct. To postpone. മോളെ, postpone നമ്മൾ വായിക്കില്ല. അവിടെ ടി സൈലന്റ് ആയിരിക്കും. That word is called silent. To postpone things. ഞാൻ ടി അമർത്തി പറഞ്ഞില്ലല്ലോ. അപ്പൊ കറക്റ്റ് ഇംഗ്ലീഷ്. നിങ്ങൾ ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു ഇംഗ്ലീഷ് സെഷൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ഈ സ്കോളർഷിപ്പിനും ഉപരിയായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടി നിങ്ങൾ പിടിച്ചെടുത്തോണം എന്റെ അടുത്തുനിന്ന് ഞാൻ പറയുമ്പോ. പോസ്റ്റ്പോൺ, പോസ്റ്റ് എന്ന് നമ്മൾ പറയില്ല. പോസ്റ്റ്പോൺ തിങ്സ്. കാര്യങ്ങൾ നീട്ടിവെക്കുക, സമയത്ത് നടത്താതെ നീട്ടിവെക്കുന്നതിനെയാണ് പോസ്റ്റ്പോൺ. ടു പോസ്റ്റ്പോൺ തിങ്സ്. ടു വെയർ ക്ലോത്ത്സ് ആണ് ഞാൻ പറഞ്ഞ പുട്ട് ഓൺ. ആദ്യം കാണിച്ച ഓപ്ഷൻ ടു വെയർ ക്ലോത്ത്സ്, ദാറ്റ് ഇസ് പുട്ട് ഓൺ. Question 12. Which one is the correct form? One of my friends sings well. One of my friend sings well. One of my friends sing well. One of my friend sing well. കണ്ടിട്ടെല്ലാം ഓപ്ഷൻ ബി അല്ലേ ടീച്ചറെ? ഓപ്ഷൻ ബി ആണോ? അല്ല മോനെ, One of my friends sings well. Teacher will discuss. Wait. Teacher will discuss. First one. Listen. Teacher will discuss. ഇതിന്റെ മലയാള അർത്ഥം നിങ്ങൾക്ക് ഒരു എളുപ്പത്തിന് വേണ്ടി പറഞ്ഞു തരുന്ന കേട്ടോ. ഇംഗ്ലീഷ് ക്ലാസ്സിൽ ഇങ്ങനെ മലയാളം പറയാൻ പാടില്ല.
One of my friends sings well. എന്റെ കൂട്ടുകാരിൽ ഒരാൾ നന്നായി പാടും. That is the meaning. One of my friends. അപ്പൊ നമ്മൾ എപ്പോഴും നമുക്ക് ഒരു തെറ്റായ ഉദാഹരണം, വൺ ഓഫ് മൈ ഫ്രണ്ട്, ഒരാളെ പറ്റിയല്ലേ പറയുന്നുള്ളൂ, ഒരു ഗ്രൂപ്പിൽ നിന്നാണ് ഒരാളെ പറ്റി പറയുന്നത്. സോ യു ഷുഡ് യൂസ് വൺ ഓഫ് മൈ ഫ്രണ്ട്സ്, എന്റെ ഫ്രണ്ട്സിന്റെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ. വൺ ഓഫ് മൈ ഫ്രണ്ട്സ് സിങ്സ് വെൽ. എപ്പോഴും ഇത് നിങ്ങളെ ഇംഗ്ലീഷ് wherever you go and wherever you study, till wherever you study, you should know this. Whenever you use a singular subject, you add s with the verb. Singular ആയിട്ട് ഉള്ള ഒരു സബ്ജക്റ്റിന്റെ കൂടെ action word always you use s. One of my friends, that means only one friend. One of my friends sings well. So the first option is correct. One of my friends sings well, because there I am telling about only one friend. One friend means it's a singular term. Along with a singular term, always the verb or the action word has yes. If I am telling my two friends sing well, I said two friends sing well. Two friends means it is plural. So the action word or verb is without s. Two friends go. One friend goes. Two friends sing. One friend sings. Two friends write. One friend writes. Two friends read. One friend reads. I hope with this much example it is clear. Is it clear? Only one say. Yes, teacher. Is it clear? Okay, good. Now, next set of questions. Read the following poem and answer the questions. Read the following poem and answer the questions. Everything, mom. You also have your mother. So this is a beautiful poem. You can tell your mother. How did you find the energy, mom, to do all the things you did? To be teacher, nurse, counselor, to me when I was a kid. How did you do it all, mom? Be a chauffeur, cook, and friend, yet find time to be a playmate. I just can't comprehend. I see now it was love, mom, that made you come whenever I would call. Your inexhaustible love, mom, and I thank you for it all. It's a beautiful poem. After this class, you should go and tell your mother, Mother, I thank you because you are a wonderful person. All mothers are wonderful persons. I did not mean that fathers are not wonderful, but I am telling, as a mother also, I am telling you, all mothers are wonderful persons. Mothers do and sacrifice a lot for you. So thank your mother. Always you thank your mother. Question number 13. When the poet was a kid, mother did not play the role of, mother played so many roles. Accountant. Correct. Accountant. Enough. Option D, accountant. Enough. Option That C, answer, accountant. that answer is told. Okay, no problem. When the poet was a kid,
Mother did not play the role of an accountant. What is the meaning of the word inexhaustible? Actually, it is a, don't tell the answer now. Don't tell. Inexhaustible. Actually, this is a word from science. In standard 5, you learn in your basic science inexhaustible and exhaustible. Inexhaustible fuels, exhaustible fuels. There you learn petrol, diesel, all are exhaustible fuels. Sunlight, wind energy, tidal energy, all these are inexhaustible. In standard 5, you learn this in your basic science. So you might have remembered what is the meaning of exhaustible, sorry, inexhaustible. Option A, never finishing. Correct? Option No, A, never. need to say. Okay, Option A, that never answer is very correct. Very correct. Enough, enough. A, never finishing. Never finishing. Option What is the meaning? Yes. Now, no need to tell. I have already told you the answer is correct. What is the meaning of the word inexhaustible? Inexhaustible means never finishing. Exhaustible means finishing. Last question here. If you have to give another title to the poem, which one will you select? Which one will you avoid? Not select, which one will you avoid? Avoid ഉപേക്ഷിക്കും. ഇതിലേത് നിങ്ങൾക്ക് ഉപേക്ഷിക്കാം? Loving mother. Yes, correct. Home sweet home. Correct. Enough. Home sweet home. Home sweet home. That is not Home sweet home. poem. Loving mother, me and my mother, mother, all these words are good for the title of this poem. But you have to avoid home sweet home. Now, I have discussed a question paper. I think it will be useful for you. After the class, I will give the question paper to the admin of the group. He can share it in the group. Okay. Those who have not written, they can write this afterwards. Now, come back to the class. You can switch off the video and come back to the class. I hope all of you have come back. Now, I will give you 2-3 other usages. One is not only but also. Not only but also. Listen here. Sheila can sing. Sheila can dance. I am combining these two different sentences using not only but also. Sheila can not only sing but also dance. ഷീലയ്ക്ക് പാട്ടുപാടാൻ മാത്രമല്ല നൃത്തം ചെയ്യാനും സാധിക്കുന്നു. Not only but also. Ram studies English. Ram studies French. Ram not only studies English but also French. ഞാൻ ഈ 2 പ്രാവശ്യവും but also കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റഡീസ് അല്ലെങ്കിൽ അങ്ങനെ പറയുന്നില്ല, ഒറ്റ പ്രാവശ്യം പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിച്ചേ. Ram studies English. Ram studies French. Ram studies not only English but also French. Teacher gives 3 problems in maths. Teacher gives a paragraph in English. Teacher gives 3 problems in maths. Teacher gives a paragraph in English for something. How can you combine using not only but also? Teacher not only gives 3 problems in maths but also a paragraph in English to write.
രണ്ടാമത് ബട്ട് ഓൾസോ ചേർത്ത് കഴിഞ്ഞാൽ ബട്ട് ഓൾസോ ടീച്ചർ ഗിവ്സ് എന്ന് പിന്നെ പറയുന്നില്ല. സോ ലിസൺ വൺസ് മോർ. ടീച്ചർ ഗിവ്സ് 3 problems in maths. Not only 3 problems in maths, but also a paragraph to write in English. Now another type. I am telling. Ramu works hard. Ravi works hard. Ramu works hard. Ravi works hard. Ramu nannayittu jolli cheyyunu, Raviyum jolli cheyyunu. How can we combine using not only but also? That a different one. Not only Ramu but also Ravi works hard. Not only Ramu but also Ravi works hard. Reena writes a poem. Sheila writes a poem. Not only Reena but also Sheila writes a poem. So you got the difference? Yes. Did you get the difference? Yes, teacher. Okay, enough. Yes, Enough. I will give 2 more examples. 2 more examples for your practice I will give now. ടീച്ചർ ഈ എക്സാമ്പിൾ പറ്റിയെന്ന് പറയണേ. Yes. Abraham Lincoln not also a lawyer but also is a great president. Abraham Lincoln is not only a president but also a politician. രണ്ടാമത് ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു എക്സാമ്പിൾ അല്ലേ? ടീച്ചർക്ക് ഓർമ്മയുണ്ട്. എബ്രഹാം ലിങ്കൺ is not only a president but also a politician. പിന്നെ രണ്ടാമത് ബട്ട് ഓൾസോ പറഞ്ഞു കഴിഞ്ഞ് പിന്നെ എബ്രഹാം ലിങ്കൺ എന്ന് പറയേണ്ട ആവശ്യമില്ല. എബ്രഹാം ലിങ്കൺ is not only a president but also a politician. Not only a president but also a politician. Any other example you want me to tell? No. Any other example? Okay. Then I will give one more set of questions, one more set of example. That is using articles. This I did not tell. This also I am telling now. A and the. These 3 words. Using A and the. Meaning of A and an. Same. One another meaning. Oru. A and an. But their usage is different. Listen. I have a banana and an orange. I have a banana and an orange. Hope you got the difference. I have a banana and an orange. So an is used, you know, all of you know, from lower classes you are studying. An is used along with vowels. A, E, I, O, U. Words starting with A, E, I, O, U. But there are some exceptions. I found an honest man. I found an honest man. Now you can ask teacher, now only you told that an is used with vowels. H is not a vowel. H is not a vowel. But I used an. H ഒരു vowel അല്ലല്ലോ. എന്നിട്ടും ഞാൻ അതിന്റെ മുൻപിൽ an ചേർത്തല്ലോ. എന്താ കാര്യം? HONEST. ഇതുപോലുള്ള ട്രിക്കി ക്വസ്റ്റ്യൻ ആയിരിക്കും ചിലപ്പോൾ വരിക. അതുകൊണ്ടാ പറയുന്നത് HONEST. അത് നമ്മള് Hita, please unmute your microphone. Hita, mute your microphone. HONEST. ഹോണസ്റ്റ് എന്നല്ല നമ്മൾ വായിക്കുന്നത്, ഓണസ്റ്റ് എന്നാണ്. അപ്പൊ അതുകൊണ്ടാണ് അവിടെ even though H is not a vowel, we used an. I found
an honest man on the road. I found an honest man. Now listen, where the is used. The sun rises in the east. The moon is seen at night. The stars are shining. The British people. The Europeans. അപ്പൊ ഡെഫിനറ്റ് ആയിട്ട് നമുക്കറിയാവുന്ന കാര്യങ്ങള് അതിന്റെ മുമ്പിൽ ഉപയോഗിക്കുന്നതാണ് ദി. എ സൺ എന്ന് പറയില്ല, ആൻ സൺ എന്ന് പറയില്ല. അപ്പൊ അവിടെ ദ എന്ന് തന്നെയായിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. മനസ്സിലായോ? അപ്പോ ഇനിയും ദ യൂസ് ചെയ്യേണ്ട വേറൊരു സന്ദർഭം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഐ ഹാവ് എ ബാഗ്. ദ ബാഗ് ഇസ് ബ്ലൂ ഇൻ കളർ. നമ്മൾ ഓൾറെഡി ഒരെണ്ണം പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യമെങ്കിൽ അതിനെ വീണ്ടും പറയുമ്പോൾ പിന്നെയും എ എന്ന് പറയേണ്ട ആവശ്യമില്ല, ദ എന്ന് പറഞ്ഞാൽ മതി. ഷീ ഹാസ് എ ബ്രദർ. The brother's name is the brother's name is Babu. She walks to school. The school is on the top of a hill. She has a dog. The dog's name is Puppy. അപ്പോ ഓൾറെഡി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഒരു വാക്കെങ്കിൽ അതിനെ വീണ്ടും പറയുമ്പോൾ ദാ എന്ന് ചേർത്താൽ മതി. വീണ്ടും എ ഡോഗ്സ് നെയിം ഈസ് വീണ്ടും പറയണ്ട, അത് തെറ്റാണ്. എ ആൻഡ് ദി. അപ്പൊ ഞാനിപ്പം ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയേണ്ട ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്.